എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മുരിങ്ങക്കായും അതുപോലെ തന്നെ പ്രോൺസും ചേർത്തിട്ടുള്ള ഒരു നാടൻ കറിയാണ്. അതുപോലെ തന്നെ മുരിങ്ങക്കായും ചെമ്മീനും ചേർത്തിട്ടുള്ള ഈ ഒരു കറി ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ പ്രോൺസും മുരിങ്ങക്കായും വെച്ചിട്ടുള്ള ഒരു കറിയാണിത്. അങ്ങനെ പ്രോൺസൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു 20 പ്രോൺസാണ് ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറകുവശത്ത് നാരൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള പ്രോൺസാണ്. ആദ്യം നമുക്ക് പ്രോൺസ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനുവേണ്ടി 1/4 ടീസ്പൂണിൽ പകുതി മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതൊരു 1/2 ടീസ്പൂൺ ചേർക്കുക. സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി വെക്കുന്നതുകൊണ്ട് തന്നെ ചെമ്മീൻ്റെക്ക് പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ച് കിട്ടുന്നതാണ്. പിന്നെ വേണ്ടത് മുരിങ്ങക്കയാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു മുരിങ്ങക്കയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിൽ ക്ലീൻ ചെയ്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോൺസ് മുരിങ്ങക്കായ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. എപ്പോഴും ഇതുപോലത്തെ കറികളൊക്കെ മൺചട്ടി തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നതാണ്. ഞാനിത് മൺചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. ഒരു 6 കൊച്ചുള്ളിയാണ് ചതച്ച് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായൊന്ന് വഴറ്റി യോജിപ്പിക്കാം. സവാള ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. അതിൻ്റെ നമ്മുടെ സവാളയൊക്കെ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ചേർക്കുന്നത്. നമ്മളിതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല. അങ്ങനെ ഇഞ്ചിയും ചേർത്ത ശേഷം നന്നായൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച ശേഷം പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ. നമ്മൾ ഈ ഒരു കറിയിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പൊടികളൊക്കെ നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. ഇതൊരു വലിയൊരു തക്കാളിയാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. അങ്ങനെ തക്കാളിയും ചേർത്ത ശേഷം നന്നായൊന്ന് വഴറ്റി യോജിപ്പിക്കാം. തക്കാളി നന്നായൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിനി അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. ഒരു 3 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതിൻ്റെ തക്കാളിയും ചേർത്ത ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. തക്കാളിയൊക്കെ നന്നായി വെന്ത് മാഷായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ നമുക്ക് തക്കാളി വേവിച്ചെടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായാണ്. പിന്നെ ചേർക്കുന്നത് കുടംപുളിയും അതുപോലെ കുടംപുളി കുതിർത്തിട്ടുള്ള വെള്ളമാണ്. ഇനി നമുക്ക് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രോൺസിനേക്കാളും കുറച്ച് വേവ് കൂടുതലുണ്ട് മുരിങ്ങക്കായ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് മുരിങ്ങക്കായ നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നത്. മുരിങ്ങക്കായ വേവുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കാം. മുരിങ്ങക്കായ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി അരമുറി തേങ്ങാപ്പീരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർക്കുന്നത്, അതായത് ക്യുമിൻ സീഡ്. ഇതിലേക്ക് ഒരു 3 കൊച്ചുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. അല്പം വെള്ളം കൂടി ചേർത്ത ശേഷം നന്നായൊന്ന് അരച്ചെടുക്കാം. അതിനകത്ത് തേങ്ങയും ജീരകമൊക്കെ നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി കറിയിലേക്ക് ചേർക്കാം. ഞാനിത് മുരിങ്ങക്കായൊക്കെ ചേർത്ത ശേഷം കറി നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 3/4 വേവാണ് ഇപ്പോൾ മുരിങ്ങക്കായ്ക്ക് ആയിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. അങ്ങനെ നമ്മൾ അരപ്പും ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ചാണ് നമ്മളിതിലേക്ക് ഇനി വെള്ളം ചേർക്കേണ്ടത്. മിക്സി കഴുകിയ വെള്ളമാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കാരണം പ്രോൺസ് ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം പ്രോൺസിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. അങ്ങനെ വെള്ളവും ചേർത്ത ശേഷം
നന്നായി കറി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കറി ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പ്രോൺസ് ചേർക്കാം. കാരണം പ്രോൺസിന് അധികം വേവുള്ളതല്ല. ഇപ്പം നേരെ ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഞാനിത് വെള്ളമൊക്കെ ചേർത്ത ശേഷം ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പ്രോൺസ് ചേർക്കാം. കാരണം പ്രോൺസിൽ നമ്മളിതിനകത്ത് ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പ്രോൺസും കൂടി ഇട്ട ശേഷം വേണം പിന്നെ ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാൻ. അങ്ങനെ പ്രോൺസും ചേർത്ത ശേഷം കറി ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം പ്രോൺസ് കൂടുതലായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡാവും, അതുപോലെ തന്നെ റബ്ബർ പോലെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പ്രോൺസ് ചേർക്കുന്നത്. ചെറിയൊരു തിള വന്നു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനത്തെ നമ്മൾ പ്രോൺസൊക്കെ ചേർത്ത ശേഷം കറിയൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് കടുക് താളിക്കാം. കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു തട്ട്കട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെന്താ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകാണ് ചേർക്കുന്നത്. കടുക് പൊട്ടുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർക്കാം. അങ്ങനെ ഉലുവയും കടുകൊക്കെ നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് കൊച്ചുള്ളിയാണ്. ഒരു 3-4 കൊച്ചുള്ളി അരിഞ്ഞ് ചേർക്കാം. 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ മൊരിയിച്ചെടുക്കണം. എങ്കിലാണ് കടുക് വറക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്താ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം കറിയിലേക്ക് ചേർക്കാം. നമുക്ക് കറിയിലേക്ക് കടുക് വറുത്തതും കൂടി ചേർക്കാം. അതിന് കടുക് വറുത്തതും ചേർത്ത ശേഷം അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ വിളമ്പാനായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായ ചെമ്മീൻ കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നാടൻ കറി ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് മുരിങ്ങക്കായും ചെമ്മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക്